സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ എന്റെ ഒരു സുഹൃത്ത് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവന്റെ പാർട്ണർ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവളുടെ ഫോണിൽ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടാണ് അവർ വന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ അറിയാതെ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി അത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം നശിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വില്ലനെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ കാര്യം ക്ലിയർ മനസ്സിലാവും. ഇവിടെ ഞാനിവിടെ കാണിക്കുന്നത്, ഇവിടെ കണ്ടില്ല ജിമെയിൽ. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ എല്ലാ ഫോണും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ആർക്കെങ്കിലും കിട്ടി, അല്ലെങ്കിൽ പാർട്ണർക്കോ വൈഫിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നേരെ അവർക്ക് ഒന്ന് ഗൂഗിളിൽ കയറിയിട്ട് മൈ ആക്ടിവിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഫോട്ടോ, വീഡിയോസ് എന്തെല്ലാമാണോ കണ്ടത്, നിങ്ങൾ ഏതെല്ലാം ലൊക്കേഷനിൽ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവർ ഗൂഗിളിൽ കയറിയിട്ട് മൈ ഫോട്ടോസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവർക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ വാട്സാപ്പിൽ കാണുന്ന ചാറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചാറ്റുകളും അവർക്ക് കാണാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും ഈ കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെല്ലാം അവർക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മുടെ പാസ്വേഡ് വെച്ചിട്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കണം. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് ചെയ്തു വെക്കുക. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഫോണിന്റെ സെറ്റിംഗ്സിൽ ഏറ്റവും താഴെ കാണുന്ന ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ? ആ മെയിൽ ഐ ഡിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. മെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ തൊട്ട താഴെയായിട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും കാണുന്നില്ലേ? ആ അക്കൗണ്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ. അപ്പൊ നിങ്ങളുടെ ഫോൺ ഈ പറഞ്ഞിരിക്കുന്ന സൈൻ ഇനിൽ കിടക്കുന്നുണ്ടോ നോക്കുക. അതായത് മാനേജ് ഓൾ ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ ആ യുവർ ഡിവൈസസിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെല്ലാം ഫോണുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ ഇതായിട്ട് കണക്ട് ആയിട്ടുണ്ട്, നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഈ പറഞ്ഞിരിക്കുന്ന A55 ഗാലക്സി A55 ഞാൻ ഉപയോഗിക്കുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നോക്കി വെക്കുക. നേരെ പോയി സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ ഇമെയിൽ ഐ ഡി ആരാണോ ഉപയോഗിക്കുന്നത് അവർക്ക് നിങ്ങളുടെ ഒരു സാധനങ്ങളും കാണാൻ സാധിക്കില്ല. മാത്രമല്ല, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ സൈൻ ഔട്ട് ചെയ്താൽ മാത്രം പോരാ, നേരെ ബാക്ക് ചെയ്തിട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, പാസ്വേഡ് ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നീട് അവർ ലോഗിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് മാറ്റിയത് കൊണ്ട് പിന്നെ അവർക്ക് ഒരിക്കലും കയറാൻ സാധിക്കില്ല. എല്ലാവരും